أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, മറ്റു പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ റബ്ബിൻ്റെ അടുക്കൽ മഖ്ബൂലായ അമലായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദാഇ മീറ്റിൻ്റെ ഈ ഒരു മജ്ലിസിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ നിയ്യത്ത് മാറാതെ ഇഖ്ലാസോടുകൂടി അതിൽ പങ്കെടുക്കാനും ഇൽമ് കരസ്ഥമാക്കാനും ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന സമയമായി മാറ്റാനും റഹ്മാനായ റബ്ബ് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രാവശ്യം നമുക്ക് നൽകിയിട്ടുള്ള വിഷയം മആലിമുൽ മദീന, മദീനയുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ ആ നാടിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിലുണ്ടാകാനുമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിൻ വാജിബായ നിർബന്ധമായ കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് ഇല്ലാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാലോകരെക്കാൾ മുഴുവൻ റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുവരെ, സ്നേഹിക്കുന്നതുവരെ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിച്ചതിനെയും റസൂൽ ഇഷ്ടപ്പെട്ടതിനെയും റസൂലിൻ്റെ മറ്റു അനുബന്ധ കാര്യങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെടലും സ്നേഹിക്കലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങേയറ്റം പ്രിയങ്കരമായ നാടാണ്. ഒരുപാട് ഇഷ്ടമായിരുന്നു മക്കയോട്. റസൂലുള്ളാഹി തങ്ങൾ മക്ക വിട്ട് മദീനത്തേക്ക് ഹിജറ വരുമ്പോൾ പറയുന്ന ചില സംഭവങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിലുണ്ട്. മക്കയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്കൊരുപാട് ഇഷ്ടമാണ് മക്കയെ. ഈ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് ഹദീസിൽ കാണാം. അത്രത്തോളം ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ മക്ക. ഹിജറ വന്ന് മദീനത്തെത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഒരു ദുആ, അത് റസൂൽ ഇങ്ങനെ പറയാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ മദീനയോട് എനിക്ക് നീ മനസ്സിൽ ഇഷ്ടം നൽകണേ, മദീനയോട് സ്നേഹം നൽകണേ, കഹുബ്ബിന മക്കത ഔ അഷദ്, മക്കയോടുള്ള സ്നേഹം പോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് നീ മക്കയോടുണ്ടാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതായിട്ട് കാണാം. അതേപോലെ മദീന നിവാസികൾ, മദീനയിൽ താമസിക്കുന്ന ആൾക്കാർ, അവരെ ഇഷ്ടപ്പെടലും ഈമാനിൻ്റെ അടയാളമാണ്. അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ പ്രകാരം നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഹുബ്ബുൽ അൻസാർ, അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത്, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. മുനാഫിക്കുകളല്ലാതെ അൻസാറുകൾ വെറുക്കുകയില്ല, അവരോട് ദേഷ്യം പിടിക്കുകയില്ല. ഇതൊക്കെ ഹദീസിൻ്റെ ലഫ്ലുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മദീനയെയും മദീന നിവാസികളെയും ഇഷ്ടപ്പെടലും സ്നേഹിക്കലും നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് കൂടാനുള്ള കാരണവുമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യപാദസ്പർശമേറ്റ സ്ഥലം, ആ മണ്ണ്, അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സിയാറത്ത് ചെയ്യുക എന്നുള്ളതും അനിവാര്യമായ കാര്യമാണ്, തൗഫീഖാണ്. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഒരു നിഅമത്ത് അതാണ്. ഇനി ഒരാൾ മദീന സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ എന്തായിരിക്കണം അയാളുടെ നിയ്യത്ത്? ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന്, ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ സിയാറത്തിന് വേണ്ടി പോകാൻ പാടില്ല എന്ന ഹദീസ്. ഈ ഹദീസ് വിശദീകരിച്ചതിൻ്റെ പേരിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ബഗ്ദാദിൽ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടതും അന്നത്തെ ഭരണാധികാരിയുടെ
ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായതും അങ്ങനെ ജയിലിൽ വെച്ച് അദ്ദേഹം ഷഹീദായതും ഈ ഹദീസ് വിശദീകരിച്ചതിൻ്റെ പേരിൽ. ഹദീസിൻ്റെ താല്പര്യം ഇതാണ്: നിങ്ങൾ 3 പള്ളികളിലേക്കല്ലാതെ സിയാറത്ത് ടൂർ സംഘടിപ്പിക്കാൻ പാടില്ല. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ 3 മസാജിദ്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്ജിദി ഹാദാ, എൻ്റെ ഈ പള്ളിയാണ്, അതായത് മസ്ജിദുൻ നബവി. 2 അൽ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളിയാണ്. 3 അൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ സിയാറത്ത് പോകാൻ പാടില്ല. അപ്പോൾ മദീനയിലേക്ക് പോകുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകേണ്ട നീയത്ത് അത് സിയാറത്തു മസ്ജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയാണ്, ഒരാൾ മദീനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നീയത്ത് സിയാറത്തു ഖബറിൻ നബി, അതല്ലെങ്കിൽ സിയാറത്തു മസ്ജിദ് ഖുബ, അതല്ലെങ്കിൽ സിയാറത്തു ബഖിയ, അതല്ലെങ്കിൽ സിയാറത്തു ശുഹദാഇ ഉഹദ്, ഇതാണ് ഒരാളുടെ നീയത്തെങ്കിൽ ലം യജുസ്, ആ യാത്ര എനിക്ക് അനുവദനീയമല്ല. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോകേണ്ടത് റസൂലുള്ളാഹി തങ്ങളുടെ പള്ളി സന്ദർശിക്കാനാണ്. അതാണ് സിയാറത്തു മസ്ജിദ്, അതാണ് മുസ്തഹബ്, അതാണ് സുന്നത്ത്. നിങ്ങൾ അതിനു വേണ്ടി പോകണം, അതായിരിക്കണം മുസ്ലിമിൻ്റെ നീയത്ത്. അതിനു വേണ്ടി പോയാൽ അതിന് പിമ്പലമായിക്കൊണ്ട് അതിൻ്റെ മുലാസമത്തായി അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് സിയാറത്തു മസ്ജിദ് ഖുബ, അതേപോലെ തന്നെ മഖ്ബറത്തുൽ ബഖീ, അതുപോലെ മഖ്ബറത്തു ശുഹദാഇ ഉഹദ്. ഇതൊക്കെ സന്ദർശിക്കൽ മുസ്തഹബാണ് മസ്ജിദിന് ശേഷം. മസ്ജിദാണ് നിങ്ങൾ സിയാറത്ത് നിയത്ത് വെക്കേണ്ടത്. അതല്ലാതെ മസ്ജിദിനെ മാറ്റി നിങ്ങൾ മസ്ജിദ് ഖുബയാണ് സിയാറത്ത് നിയത്ത് വെക്കുന്നതെങ്കിൽ ലം മെജുസ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം റഹ്മഹുല്ലാ വിശദീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ. ചുരുക്കി പറഞ്ഞാൽ മദീനത്തേക്ക് പോകുന്ന ഒരാളുടെ നീയത്ത് അത് ഇതായിരിക്കണം: റസൂലുള്ളാഹി തങ്ങളുടെ പള്ളി സന്ദർശിക്കുക എന്നുള്ളതായിരിക്കണം. അത് മുസ്തഹബാണ്. അതിനെ തുടർന്ന് പള്ളി സന്ദർശനത്തിന് ശേഷം മദീനയിലുള്ള അറിയപ്പെട്ട മുസ്തഹബായ സന്ദർശിക്കാനുള്ള മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കുക. നമുക്ക് ഇന്ന് മദീനയിൽ പോയാൽ 60-70 സ്ഥലങ്ങൾ കാണാം സന്ദർശിക്കാൻ. ചെറിയ ചെറിയ സ്ഥലം മുതൽ മസ്ജിദ് നബവി മുതൽ ചെറിയ സ്ഥലം വരെ 60-70 സ്ഥലങ്ങൾ ഇന്നും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും സന്ദർശിക്കാനുള്ള സ്ഥലങ്ങൾ. ഈ എല്ലാ സ്ഥലത്തും സന്ദർശിക്കുക എന്നുള്ളത് മുസ്തഹബോ ശറഅന്റെ ഭാഗമോ അല്ല. 4 കാര്യങ്ങൾ സന്ദർശിക്കലാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തായ കാര്യം. ഒരാൾ മദീനത്തേക്ക് സിയാറത്തിന് പോകുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്: 1, നമ്മൾ ഈ പറഞ്ഞതുപോലെ മസ്ജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, മസ്ജിദ് ഖുബ സുന്നത്താണ്, അത് സന്ദർശിക്കലും അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കലും സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങൾ ചില ശനിയാഴ്ച ദിവസങ്ങളിൽ മദീനയിലെ മസ്ജിദ് നബവിയിൽ നിന്നും മസ്ജിദ് ഖുബയിലേക്ക് നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ കഴുതപ്പുറത്തോ എല്ലാ ശനിയാഴ്ചയും റസൂൽ പോകാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അത് മുസ്തഹബാണ്, സുന്നത്താണ്. അതുമാത്രമല്ല, മസ്ജിദ് ഖുബയിൽ നിന്ന് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ പരിപൂർണമായ ഉംറ ചെയ്ത പ്രതിഫലം അവന് രേഖപ്പെടുത്തുകയും ചെയ്യും. സഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട കാര്യമാണ്. അതാണ് രണ്ടാമത്തത് മസ്ജിദ് ഖുബ. 3 നമ്മൾ സിയാറത്ത് ചെയ്യൽ സുന്നത്തായ 3 കാര്യം മഖ്ബറത്തുൽ ബഖീ, മദീനയിലെ ഖബർസ്ഥാൻ മഖ്ബറത്തുൽ ബഖീ. ഈ ബഖീൽ ചെന്ന് സിയാറത്ത് ചെയ്യലും സുന്നത്താണ്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ പോകാറുണ്ടായിരുന്നു, സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന ആ വർഷം റസൂലുള്ളാഹി തങ്ങൾ മഖ്ബറത്തുൽ ബഖീഉം അതുപോലെ മഖ്ബറത്തു ഉഹദും ഇത് 2 റസൂൽ സിയാറത്ത് ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 മഖ്ബറത്തു ശുഹദാഇ ഉഹദ്. ഈ 4 സ്ഥലങ്ങളാണ് മദീനയിൽ സിയാറത്ത് ചെയ്യൽ മുസ്തഹബായി ശറഇൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. മദീനയെ സംബന്ധിച്ച് അവിടെ എത്തുക എന്നുള്ളത് അള്ളാഹു ചില ആൾക്കാർക്ക് നൽകുന്ന നിഅമത്താണ്, അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. മദീനയിൽ എത്തുകയും ആ മദീന മസ്ജിദ് നബവി കാണുകയും റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയുകയും റസൂലുള്ളാഹി തങ്ങളുടെ പാദസ്പർശമേറ്റ സ്ഥലങ്ങളും മണ്ണിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതും അള്ളാഹു നൽകുന്ന നിഅമത്താണ്. എത്ര മനുഷ്യന്മാരുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എന്നിട്ടും റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട നാട് കാണാൻ സാധിക്കാതെ മരണപ്പെടുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അത് നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യം കൂടിയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാട് കാണാൻ. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം അതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മദീനയുടെ ചരിത്രത്തെ സംബന്ധിച്ചാണ്. ഈ റസൂലുള്ളാഹി തങ്ങൾ മദീനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, ഇസ്ലാമിന് മുമ്പ് തന്നെ മദീന സജീവമാണ്. ചരിത്രം പരിശോധിച്ചാൽ കാണാം, കൻആനീൻ എന്ന് പറയുന്ന വിഭാഗം. കൻആനീനോട് കേട്ടിട്ടുണ്ടോ? കൻആൻ
എവിടെയാ? യൂസുഫ് നബിയുടെ നാട്. ഈ കനാനിൽ നിന്നും യൂസുഫ് നബിയുടെ ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ് അവരുടെ സന്താന പരമ്പരകളിൽപ്പെട്ട അമാലിഖ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ അറബികളാണ്. അവർ കനാനിൽ നിന്നും യസ്രിബിലേക്ക് താമസം മാറ്റി, മദീനയിലേക്ക്. മദീനയുടെ പ്രത്യേകത നല്ല വിളവ് കൂർവുള്ള മണ്ണാണ്, നല്ല കൃഷിക്ക് യോജ്യമായ സ്ഥലമാണ്. ഈ അമാലിഖ എന്ന് പറയുന്ന വിഭാഗം മദീനയിലേക്ക് താമസം മാറ്റി. അവരായിരുന്നു മദീനയിലെ ആദ്യത്തെ താമസക്കാർ. വർഷങ്ങൾ പിന്നിട്ടു. അതിനുശേഷം രണ്ടാമതാവും മദീനയിലേക്ക് കുടിയേറി പാർത്തവരാണ് യഹൂദികൾ. യഹൂദികൾ ആദ്യം ഷാമിലാണ് ഉണ്ടായിരുന്നത്, ഫലസ്തീനിൽ. ഷാം എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഷാം, അല്ലേ? ഒരുപാട് ഹദീസുകളിലുണ്ട്. പിന്നെ റിഹ്ലാത്തുൽ ഇൽമി അലിൽ ഉലമ, പണ്ഡിതന്മാരുടെ റിഹ്ലാത്തുകളിൽ ഷാമിനെ സംബന്ധിച്ചുണ്ട്. അബൂ ഉബൈദ, അതേപോലെ ഉബൈദത്തുൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഷാമിലെ ഏറ്റവും ആദ്യത്തെ ഭരണാധികാരിയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാം കീഴടക്കിയപ്പോൾ ഉമർ ഖത്താബ് ഏറ്റവും ആദ്യത്തെ ഗവർണറെ നിശ്ചയിച്ചത് ഉബാദത്തുൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. ഉബാദത്തുൻ സാമിത്ത് ഇപ്പോൾ മരണപ്പെടുന്ന അറിയോ? ഇപ്പോൾ ഹിജറ 35 ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുക്കുന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഗവർണറെ നിശ്ചയിച്ചത് ഇദ്ദേഹത്തെയാണ്. ഈ ഷാം എന്ന് പറഞ്ഞാൽ 4 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. അന്നത്തെ ഷാം ഇന്ന് 4 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. 1 സിറിയ, 2 ലിബിയ, 3 ഫലസ്തീൻ, 4 ജോർദാൻ. ഈ 4 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഷാം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, പണ്ടത്തെ ഷാം. അപ്പം ചില ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങൾ ഇന്നാളെ ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില സഹാബാക്കളെ ഷാമിലെ ഗവർണറാക്കി നിശ്ചയിച്ചു. ഈ നാടാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രഗത്ഭന്മാരായ 5 ഖുറാഅകൾ, ഈ 5 ഖുറാഅകളിൽ നിന്നും ചോദിച്ചു, നിങ്ങൾ ആരാണ് ഷാമിലേക്ക് മുആവിയയെ സഹായിക്കുന്നതിന് വേണ്ടി ചെല്ലുന്നത്? അത് ഷാമി 4 രാജ്യങ്ങൾ കൂടിയതല്ലേ. അപ്പം ഈ 4 രാജ്യത്ത് ഒറ്റക്ക് ഒരു ഭരണാധികാരിക്ക് ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ മുസ്തഹീലാണ്, പ്രയാസാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾ ആരാണ് പോകുന്നത്? അങ്ങനെ ചോയ്സ് കൊടുത്തു പ്രധാനപ്പെട്ട 4 ഖുറാഅകൾക്ക്. അതിൽ ഉമർ ഖത്താബ് തെരഞ്ഞെടുത്തത് ഉബാദത്ത് ബിൻ സാമിത്തിനെയായിരുന്നു. അദ്ദേഹം ഖുറാഇൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കെ അഹ്ലുസുഫക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത സഹാബിയാണ്, ഹാഫിളാണ്. അങ്ങനെ അദ്ദേഹമാണ് ഷാമിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. ഈ ഷാമിൽ നിന്നും, ഷാമിൽ യഹൂദികളെ ക്രിസ്ത്യാനികൾ ഒരുപാട് ദ്രോഹിച്ചു, ഉപദ്രവിച്ചു. അങ്ങനെ അഭയാർത്ഥികളായിക്കൊണ്ട് അവർ ഷാമിൽ നിന്നും മദീനയിലേക്ക് താമസം മാറി. അന്ന് മദീന യസ്രിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ കാണാം ഈ യഹൂദികൾ മദീനയെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ അറിയോ? യഹൂദികളുടെ തൗറാത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ ഹിജ്റ പോകുന്ന സ്ഥലം യസ്രിബായിരിക്കും. ഒരുപാട് ഈത്തപ്പനകളുള്ള കൃഷിയോഗ്യമായ മണ്ണുള്ള യസ്രിബ് എന്ന് പറയുന്ന നാട്ടിലേക്കായിരിക്കും ആ പ്രവാചകൻ ഹിജ്റ ചെയ്തെന്ന് പോകുക. അപ്പോൾ യഹൂദികൾ തീരുമാനിച്ചു, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ, അവർ യഹൂദികൾ അന്നത്തെ മുശ്രിക്കുകളോടും മറ്റുള്ളവരോടും പറയുമായിരുന്നു, ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ വരികയാണെങ്കിൽ ആ പ്രവാചകനെ കൂട്ടുപിടിച്ച് നിങ്ങളെ നമ്മൾ ഇല്ലാതാക്കും എന്ന് വീമ്പ് പറയാറുണ്ടായിരുന്നു യഹൂദികൾ. കാരണം എല്ലാ പ്രവാചകന്മാരും വന്നിട്ട് ബനു ഇസ്രായേലിലാണ്, അവരാണല്ലോ യഹൂദിയുടെ പരമ്പര. അപ്പോൾ അതിലേക്ക് പ്രവാചകൻ വരും എന്നാണ് അവർ ആശിച്ചിരുന്നത്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ വന്നത് അറബികൾക്കിടയിലായിരുന്നു. ഇസ്ഹാഖിൻ്റെ പരമ്പര വിട്ട് ഇസ്മായിലിൻ്റെ പരമ്പരയിലൂടെയാണ് റസൂലുള്ളാഹി തങ്ങൾ അറബികളിലേക്ക് പ്രവാചകനായി വരുന്നത്. അതാണ് അവരെ ചൊടിപ്പിച്ചത്. സൂറത്ത് ബഖറയിൽ ഈ തഫ്സീർ വായിച്ച് മനസ്സിലാവും, യഹൂദികൾക്ക് റസൂലുള്ളാഹി തങ്ങൾ വളരെ അറിയാം, നന്നായിട്ടറിയാം. അവരെ കിതാബിൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വളരെ സത്യസന്ധമായി അവർക്കറിയാം. യഅരിഫൂന ലായത്തേതാ യഅരിഫൂനം കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അവർക്ക് പ്രവാചകൻ അറിയാം യഹൂദികൾക്ക്. പിന്നെ അവരെന്തുകൊണ്ട് നിഷേധിച്ചു? പ്രവാചകൻ വന്നത് ബനു ഇസ്രായേൽ ആയിരുന്നില്ല, അറബികളിലായിരുന്നു എന്നതുകൊണ്ട് അവർ നിഷേധിച്ചത്. വകാനൂ മിൻ ഖബ്ൽ യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, അല്ലേ സൂറത്തുൽ ബഖറ. അവർ മുശ്രിക്കുകളോട് വീമ്പ് പറയുമായിരുന്നു, നമുക്കൊരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകനെ കൂട്ടുപിടിച്ച് നമ്മൾ പുറത്താക്കും എന്ന് യഹൂദികൾ വീമ്പ് പറയാറുണ്ടായിരുന്നു. അവർക്കറിയാം ആ പ്രവാചകൻ വരുന്നത് മദീനയിലേക്കായിരിക്കും ഹിജ്റ വരിക. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? മദീനയിലേക്ക് അവർ പെട്ടെന്ന് പലായനം ചെയ്തത്. അങ്ങനെ പിന്നെ രണ്ടാമത്തെ താമസക്കാരാണ് യഹൂദികൾ. അങ്ങനെ യഹൂദികൾ അവിടെ കൃഷിയും അങ്ങനെ നല്ല സുഖസുന്ദരമായി ജീവിക്കുന്ന സമയത്താണ് ഔസ് ഖസ്റജ് എന്ന് പറയുന്ന 2 അറബി ഗോത്രങ്ങൾ, ഔസ് ഖസ്റജ്, ഈ 2 ഗോത്രക്കാരും മദീനയിലേക്ക് വന്നു. ഈ 2 ഗോത്രക്കാരും അറബികളാണ്.
ഔസും ഖസ്റജും. അറബികളുടെ പ്രത്യേകത, അവർക്ക് മരണത്തെ പേടിയില്ല. യഹൂദികൾക്ക് മരണത്തെ ഭയങ്കര പേടിയാണ്. മരണത്തെ ഇന്നും അങ്ങനെ തന്നെയാണ്, അവർക്ക് മരണത്തെ ഭയങ്കര പേടിയാണ്. ഈ ഔസ് ഖസ്റജ് ഗോത്രക്കൊക്കെ മരണത്തെ പേടിയില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് അടിയാണ്. അതുകൊണ്ട് തന്നെ മദീനയിൽ ഇവർ വന്നതിന് ശേഷം യഹൂദികളുമായി അവർ കരാറിൽ ഒപ്പിടുകയും അവർ അയൽവാസികളായി ജീവിക്കുകയും, പക്ഷേ കൃഷി കൊണ്ടും സാമ്പത്തികമായും ആൾബലം കൊണ്ടും ഈ ഔസും ഖസ്റജും യഹൂദികളെക്കാൾ മേലെയായി. അവസാനം യഹൂദികൾ ഇവരിൽ നിന്നും ആക്രമിക്കപ്പെടാൻ തുടങ്ങി. യഹൂദികൾക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാതെ വന്നു. അങ്ങനെയാണ് ഈ ഔസും ഖസ്റജും മദീനയിൽ അറിയപ്പെട്ട രണ്ട് ഗോത്രങ്ങളായി മാറുന്നത്. അല്ലേ? നിങ്ങൾ അൻസാരികളായ സഹാബികൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നുകിൽ ഖസ്റജി അല്ലെങ്കിൽ ഔസ്, ഈ രണ്ട് ഗോത്രക്കാരായിരിക്കും അധിക പേരും. അല്ലേ? അപ്പോൾ പിന്നെ ഔസും ഖസ്റജും വന്നു. അവരിലൂടെയാണ് പിന്നെന്ത് ചെയ്യുന്നത്, മദീന അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്നും മദീനയിലേക്ക് ഹിജ്റ വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വീകരിച്ചതും ഈ ഔസും ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രക്കാരാണ്. ഈ ഉബാദ ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ മദീനയിലേക്ക് വരുമ്പോൾ സ്വീകരിച്ച സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഏത് ഗോത്രക്കാരനാണ്? ഖസ്റജ് ഗോത്രക്കാരനാണ്, അൻസാരിയാണ്. ഇതാണ് മദീനയുടെ തുടക്കം. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ വന്നു. പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ അറിയപ്പെട്ടു. മദീനക്ക് എത്ര പേരുണ്ട് പറയാൻ പറ്റുമോ? മദീന എത്ര പേരിൽ അറിയപ്പെട്ടത് ചരിത്രത്തിൽ? 4 പേരുകൾ. ശ്രദ്ധിച്ചോ, 4 പേരിലാണ് മദീന അറിയപ്പെട്ടത്. അതിലൊന്ന് അൽ മദീന. അൽ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഉമിർതു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറ. ഉമിർതു ബിഖറിയത്തിൻ, ഒരു നാട്ടിലേക്ക് ഹിജ്റ പോകാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. തഅകുലുൽ ഖുറ, മറ്റ് നാടുകളെ ഭക്ഷിക്കുന്ന ഒരു നാട്. അതിന് വിവക്ഷ പണ്ഡിതന്മാർ തഫ്സീർ നൽകിയിട്ടുള്ളത്, പിന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ നാട് മറ്റെല്ലാ നാടുകളെയും അതിജീവിക്കും, അതല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് മറ്റു നാടുകളിൽ നിന്നും ഗനീമത്ത് സ്വത്ത് വരും എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തഅകുലുൽ ഖുറ യഖൂലൂന യസ്രിബ്. യസ്രിബ് എന്ന് പറയുന്ന നാട്ടിലേക്ക് ഹിജ്റ പോകാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. വഹിയൽ മദീന, അതാണ് മദീന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇതാണ് ഒന്നാമത്തത്, മദീന. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ത്വയ്ബ. മദീനയുടെ പേരാണ് ത്വയ്ബ. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ മഹദി പറയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുതുബ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് വതഅന ബിമിഖ്സറതിഹി, റസൂലുള്ളാഹിയുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് റസൂൽ ഇങ്ങനെ കുത്തി. അലൽ മിമ്പർ, മിമ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ എന്ന് റസൂൽ ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞു. അതാണ് രണ്ടാമത്തെ പേര്, ത്വയ്ബ. മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇന്നല്ലാഹ സമ്മാ ഹാദിഹിൽ ബലദ്, ഈ നാട്ടിന് അള്ളാഹു പേര് വെച്ചു ത്വാബ എന്ന്. അതാണ് 3 പേര്. ഒന്ന് മദീന, 2 ത്വയ്ബ, 3 ത്വാബ. 3 പേരുകൾ ത്വാബ. 4ാമത്തെ പേര് യസ്രിബ്. ഇതാണ് പണ്ടറിയപ്പെട്ട പേര്, യസ്രിബ് എന്നുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ യസ്രിബ് എന്ന പേരിൽ മദീനയെ വിശേഷിപ്പിക്കുന്ന റസൂൽ വെറുത്തിരുന്നു, റസൂൽ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് പെട്ട റസൂൽ മദീനത്തേക്ക് വന്ന ഉടനെ തന്നെ യസ്രിബിൻ്റെ പേര് മാറ്റിയത്. കാരണം എന്താ അറിയോ? യസ്രിബിൻ്റെ അർത്ഥം എന്താ അറിയോ? യസ്രിബിന് 2 അർത്ഥങ്ങളാണ് മുഅ്ജമിൽ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, യസ്രിബ് എന്ന് പറഞ്ഞാൽ സറബ് എന്ന വാക്കിൽ നിന്നാണ് യസ്രിബ് ഉണ്ടായത്. ബിമഅന അൽ ഫസാദ്, ഫസാദ് എന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ യസ്രിബ് എന്നുള്ളത് തസ്രീബ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. തസ്രീബ് എന്ന് പറഞ്ഞാൽ അൽ മലാമ, ആക്ഷേപം, തൗബീഖ്, ആക്ഷേപിക്കുക. ഈ 2 അർത്ഥമാണ് യസ്രിബിൻ്റെത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ മദീനക്ക് യസ്രിബ് എന്ന് പേര് പറയാൻ വെറുത്തിരുന്നു. ഈ 3 പേരാണ് റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഈ മദീനക്ക് ഒരുപാട് ഫളായിലുകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. എന്തിനെന്ന് വെച്ചാൽ മദീനയുടെ ഫളില് മനസ്സിലാക്കി മദീനയെ സ്നേഹിക്കണം. ആ മദീനയെ സ്നേഹിച്ചാൽ മാത്രമേ റസൂലുള്ളാഹി തങ്ങളുടെ ഹുബ്ബ് വർദ്ധിക്കുകയുള്ളൂ. അല്ലേ? ഒരാളെ സംബന്ധിച്ച് ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാളെ ഹിസ്റ്ററി പഠിക്കണം, അയാളെ നാട്, അല്ലേ, അയാളുടെ നാട്ടിനോട് സ്നേഹം ഉണ്ടാവും, അയാൾ ഉപയോഗിച്ച വസ്തുവിനോട് സ്നേഹം ഉണ്ടാവും, അയാൾ ഉപയോഗിച്ച പേരിനോട് സ്നേഹം ഉണ്ടാവും, സ്വാഭാവികം. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ നാടിൻ്റെ ഫളിൽ നമ്മൾ തിരിച്ചറിയണം. മദീനക്ക് ഒരുപാട് ഫളിലുകളുണ്ട്, ഒരുപാട് ഫളിലുകളുണ്ട്. ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയം എന്താ അറിയോ? മദീനയാണോ ഫളില്, അതല്ല മക്കയാണോ? ഏതാ? മക്കയാണ്. ചില പണ്ഡിതന്മാർ പറയേണ്ട കാരണം എന്താ അറിയോ? അഷ്റഫുൽ ഖൽഖാര
റസൂലുള്ളാഹി തങ്ങൾ. അപ്പോൾ അഷ്റഫുൽ ഖൽക്ക് ദഫൻ ചെയ്ത് കിടക്കപ്പെടുന്ന സ്ഥലമാണ് കഅബയേക്കാൾ പവിത്രം. അഷ്റഫുൽ ഖൽക്ക് കഅബയല്ല, റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുള്ള നാടാണ് കഅബയേക്കാൾ പുണ്യമുള്ളത്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി സരീഹായി പറഞ്ഞിട്ടുണ്ട് മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഫضലുള്ളത്, അതിനുശേഷം മദീന. എങ്കിലും പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ മദീനയുടെ ഫضലിനെ സംബന്ധിച്ച് നമ്മൾ അറിയണം. അതിൽ ഒരുപാട് ഫضലുണ്ട്. വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രം പറയാം. അതിലൊന്ന് മഹബ്ബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഏറെ ഇഷ്ടപ്പെട്ട നാടാണ് മദീന. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ മുമ്പ് സൂചിപ്പിച്ച ഹദീസ് പോലെ റസൂൽ മദീനയിലെത്തി ഉടനെ ദുആ ചെയ്ത പ്രാർത്ഥന അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ മദീനയോട് എനിക്ക് നീ മനസ്സിൽ ഇഷ്ടം തരണം, സ്നേഹം തരണം. കമാ ഹബബ്ത ഇലൈന മക്കത ഔ അഷദ്, മക്കയോട് ഇഷ്ടം തന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് നീ മദീനയോട് തരണമേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഫضൽ. രണ്ടാമത്തെ ഫضൽ മുളാഅഫത്തുൽ അജ്ർ, മദീനയിൽ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അന്ന സ്വലാത്ത ഫിൽ മസ്ജിദി ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ, 1000 നിസ്കാരങ്ങളെക്കാൾ പുണ്യമാണ് മസ്ജിദ് നബവിയിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നത്. മൂന്നാമത്തെ ഫضൽ അൽ ഈമാൻ യരിസു ഇലൈഹ, ഈമാൻ അവസാനം മടങ്ങുന്നത് മദീനയിലേക്കായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ഹുജ്രിഹ, പാമ്പ് തൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. വേറെ ഫضലായിട്ട് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, തംഫി അദ്ദുനൂബ്, മദീന പാപങ്ങൾ പൊറുക്കുന്നതാണ്. റസൂൽ പറഞ്ഞു ഇന്നഹ ത്വയ്ബ, മദീന പരിശുദ്ധമായതാണ്. തംഫി അദ്ദുനൂബ്, ആ മദീന പാപങ്ങൾ പൊറുക്കും. കമാ തംഫി അന്നാറു ഖബതൽ ഫിദ്ദ, ഒരു വെള്ളിയുടെ മ്ലേച്ഛമായ വസ്തുക്കളെ തീ ഉരുക്കിക്കളയുന്നത് പോലെ മദീന ഒരു അടിമയുടെ പാപങ്ങൾ പുറത്തു കളയുന്നതാണ്. അതിനൊരുപാട് കാരണങ്ങളും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഫضൽ അന്നഹ ബലദുൻ ആമിൻ, സുരക്ഷിതമായ നാടാണ് മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മൻ അറാദഹ ബിസൂഇൻ, ആരെങ്കിലും ഈ മദീനയോടും മദീനയിൽ താമസിക്കുന്നവരോടും എന്തെങ്കിലും വെറുപ്പ് അല്ലെങ്കിൽ കുതന്ത്രം, മോശത്തരം ഉദ്ദേശിക്കുകയാണെങ്കിൽ അദാബഹുല്ലാഹ്, അള്ളാഹു അവനെ ഉരുക്കിക്കളയും. കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു ചേർന്നത് പോലെ അള്ളാഹു അവനെ ഉരുക്കിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതേപോലെ മദീന മറ്റൊരു ഫضൽ അന്നഹ ബലദുൻ ഹറാം, പവിത്രമായ നാടാണ്. പവിത്രമായ നാട് എന്ന് പറയുമ്പോൾ മറ്റ് നാടുകളിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റൂല. അവിടെ വേട്ടയാടാൻ പറ്റൂല, മരങ്ങളും കൊമ്പുകളും വെറുതെ മുറിക്കാൻ പറ്റൂല, യുദ്ധം പറ്റൂല, കൊല നടത്താൻ പറ്റൂല. അങ്ങനെ മദീനയിൽ ഒരു കാര്യവും പറ്റൂല. അത് ബലദുൻ ഹറാം, പവിത്രമായ നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന ഇബ്രാഹിമ ഹറമ മക്ക, ഇബ്രാഹിം നബി മക്കയെ പവിത്രമാക്കിയതുപോലെ വ ഇന്നി ഹറംതുൽ മദീന, മദീനയെ നാം പവിത്രമാക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അതിരുവരമ്പുകൾ, അതിൻ്റെ ബോർഡറും കൂടി റസൂൽ ഹദീസിൽ വിശദീകരിച്ചു. അവസാനത്തെ ഫضലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഹഫിളഹല്ലാഹു മിനദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല മദീനയെ സംരക്ഷിക്കും. ദജ്ജാൽ പറയുന്നതായിട്ട് ഒരു റിപ്പോർട്ടിൽ കാണാം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ദജ്ജാൽ പറയാണ്, ഞാൻ പുറപ്പെടാൻ അടുത്തിരിക്കുന്നു, യൂഷിക്കു അൻ അഖ്റുജ്, ഞാൻ പുറപ്പെടാൻ അടുത്തിരിക്കുന്നു. ഞാൻ പുറപ്പെട്ടാൽ 40 ദിവസം കൊണ്ട് ദുനിയാവിൻ്റെ എല്ലാ നാടുകളിലും ഞാൻ കയറി ഇറങ്ങും. ഇല്ല മക്ക വൽ മദീന, മദീനയും മക്കയും ഒഴിച്ച്. ഞാൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം മദീനയിലേക്ക് കടക്കാൻ പരിശ്രമിക്കും. പക്ഷെ മദീനയുടെ ബോർഡറുകളിൽ ചില മലക്കുകളുണ്ടാകും, അവരുടെ കയ്യിൽ വാളുകളുണ്ടാകും. ആ വാളുകളെ കൊണ്ട് അവരെന്നെ തടയും എന്ന് ദജ്ജാൽ പറയുന്നതായിട്ട് ചില ഹദീസുകളിൽ കാണാം. അതുപോലെ വേറെ ചില ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദജ്ജാൽ മദീനത്തേക്ക് പ്രവേശിക്കാൻ ഒരുപാട് ആഗ്രഹിക്കും. ബോർഡറിൽ വന്നവൻ നോക്കും മദീനയിലേക്ക്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല മദീനയുടെ ഓരോ അതിർവരമ്പുകളിലും മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ മലക്കുകൾ ദജ്ജാലിനെ തടയും ആ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും. അപ്പോൾ ഈ ദജ്ജാലിൽ നിന്നും സുരക്ഷിതമായ 2 നാടുകളിൽ ഒന്ന് മദീനയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൻ്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ലാഹുമ്മ ബാരിക് ഫി മദീനത്തിന, അല്ലാഹുവേ ഈ നാട്ടിൽ നമുക്ക് ബർക്കത്ത് നൽകണേ. അതെന്തിലാണെന്ന് വ്യക്തമല്ല. അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാത്തിനും ബർക്കത്താണ്.
അതേപോലെ വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലാഹുമ്മ ബാരിക് ഫീ സാഇന വമുദ്ദിന, അള്ളാഹുവെ മദീന നമ്മുടെ അളവിലും തൂക്കത്തിലും നീ ബർക്കത്ത് നൽകണേ. വീണ്ടും വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് അല്ലാഹുമ്മ ബാരിക് ഫീ സിമാരിന, അള്ളാഹുവെ മദീനയിലുള്ള ഫലങ്ങളിൽ, ഭക്ഷണത്തിൽ, റിസ്ഖിൽ നീ ബർക്കത്ത് നൽകണേ. ഒരുപാട് ദുആകൾ കാണാം. അപ്പോൾ ബർക്കത്താക്കപ്പെട്ട നാടാണ് മദീന, അതിലെല്ലാത്തിലും ബർക്കത്താണ്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഈത്തപ്പഴത്തെ സംബന്ധിച്ച് പറഞ്ഞു. 3 തരം ഈത്തപ്പഴമാണ് മദീനയിലുള്ളത്. 3 തരം ഈത്തപ്പഴം. അതിലൊന്ന് അൽ അജുവത്തുൽ ആലിയ. അജുവക്കാരക്കനെ സംബന്ധിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ദീനിനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയവർക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷേ ദീനിനെ സഹാബാക്കളുടെ ഫഹ്മ് കൊണ്ട് മനസ്സിലാക്കിയവർക്ക് തുമനീനത്തായിരിക്കും എപ്പോഴും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അജുവൽ ആലിയ. ആലിയ എന്ന് പറഞ്ഞാൽ മദീന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. നിങ്ങൾ ഹദീസ് പഠിച്ചിട്ടുണ്ടാവും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അയൽവാസി, ഈ 2 പേരും അവാലിയിലാണ് താമസം. ഈ പറയപ്പെട്ട സ്ഥലത്താണ് താമസം. അവർ രണ്ടിൽ ഒരാൾ ജോലിക്ക് പോവും, മറ്റേയാൾ റസൂൽ തങ്ങളുടെ സദസ്സിലേക്ക് വരും. പഠിച്ചിട്ടില്ല ഹദീസ്? എന്നിട്ട് പിറ്റേത്തെ ദിവസം അന്ന് ജോലിക്ക് പോയ ആൾ റസൂലിൻ്റെ സദസ്സിലേക്ക് വരും, ഈ സദസ്സിൽ പങ്കെടുത്ത ആൾ ജോലിക്ക് പോകും. അങ്ങനെ പരസ്പരം ഊഴം തെറ്റിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? റസൂൽ സദസ്സിൽ പങ്കെടുത്തത്. അത് ഈ അവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസം. വേറൊരു സംഭവം കാണാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ഭാര്യനെ ത്വലാഖ് ചൊല്ലി ഒരു കുട്ടി ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി. ആ കുട്ടി ഭാര്യൻ്റെ കൂടെയാണ് താമസം. ചെറിയ കുട്ടിയാണ്, ഭാര്യൻ്റെ കൂടെയാണ് താമസം. ഒരു ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവാലിയിൽ നിന്നും മദീനപ്പള്ളിയിലേക്ക് നടന്നിട്ട് വരുമ്പോൾ അതിനിടയിൽ ഇബ്നു ഉമറിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉമർ ഖത്താബ് കണ്ടു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയല്ലേ, പുള്ളിയല്ലേ. ഉമർ ഖത്താബ് എന്ത് ചെയ്തു? കുട്ടീനെ എടുത്തിട്ട് വീട്ടിലേക്ക് ഓടി. അപ്പോൾ ഇബ്നു ഉമറിൻ്റെ ഭാര്യ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, എൻ്റെ കുട്ടീനെ ഉമർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമറെ, കുട്ടീനെ തിരിച്ചു കൊടുക്കണം. കാരണം ചെറിയ കുട്ടികൾക്ക് ഹലാനങ്ങ് പഠിച്ചിട്ടില്ലേ? ബാബുൽ ഹലാനത്തിന് ഹക്ക് ഉമ്മാക്കാണ്. ചെറിയ കുട്ടീനെ നോക്കാൻ അർഹത ഉമ്മാക്കാണ്. അപ്പോൾ ഉമ്മാക്ക് നീ കുട്ടീനെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടീനെ തിരിച്ചു കൊടുത്തു. ആ സംഭവം പറയുന്നത് ഈ അവാലി എന്ന് പറയുന്ന സ്ഥലത്തായി സംഭവം നടക്കുന്നത്. അവാലി എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശം. ഇപ്പം കാണാം. ഏത് സ്ഥലം എവിടെയാണെന്നറിയോ? മസ്ജിദ് ഖുബൈൻ്റെ അടുത്ത്. ഏകദേശം മസ്ജിദ് നബവിയിൽ 5 കിലോമീറ്റർ ഉണ്ട് നടന്നിട്ട് പോവുകയാണെങ്കിൽ. കാറിലാണെങ്കിൽ അതിലും കൂടും. ഈ മസ്ജിദ് ഖുബൈൻ്റെ അടുത്താണ് ഈ ആലിയ എന്ന് പറയുന്ന സ്ഥലം. ഉയർന്ന പ്രദേശം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കൃഷി ചെയ്യപ്പെടുന്നത്. അവിടുത്തെ ഈത്തപ്പഴത്തെ സംബന്ധിച്ചാണ് റസൂൽ ഈ പറഞ്ഞ ഹദീസ് അജുവൽ ആലിയ. ആലിയയിലെ അജുവ, അതിന് പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ അവാലിയിലെ ഈത്തപ്പഴം, ആലിയയിലെ ഈത്തപ്പഴം കഴിച്ച മൻ തസബ്ബഹ കുല്ല യൗമിൻ 7 തംറാത്തിൻ അജുവ ലം യദുർറുഹു ഫീ ദാലിക്കൽ യൗം സുമ്മുൻ വലാ സിഹ്റുൻ. ഈ അജുവക്കാരൊക്കെ ഒരാൾ കഴിച്ചാൽ അന്നത്തെ ദിവസം അയാൾക്ക് സിഹറും ബാധിക്കൂല, അതേപോലെ വിഷവും ബാധിക്കൂല. വേറെ ഹദീസിൽ കാണാം ഈ അജുവൽ ആലിയ എന്ന് പറയുന്നത് ഷിഫ ആണ്. ഏതുപോലെ? തേൻ പോലെ, കരിഞ്ചീരകം പോലെ. ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ ഷിഫയാണ് ഈ അജുവക്കാരക്ക, ആലിയയിലെ അജുവ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അത് വിഷത്തിനും മരുന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. ഇതാണ് അജുവൽ ആലിയ, ഒന്നാമത്തത്. രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ മർത്തബ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മദീനയിലെ മൊത്തത്തിലുള്ള അജുവ. ഇത് അജുവൽ ആലിയ ഖുബ പള്ളിൻ്റെ അടുത്ത് നടക്കും. നിങ്ങൾ ഇപ്പോൾ പോയാൽ കാണാം, മസ്ജിദ് ഖുബേൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഈത്തപ്പഴം. അവിടെയാണ് സൽമാൻ ഫാരിസിൻ്റെ തോട്ടം എന്ന് പറയപ്പെടുന്ന സ്ഥലമുള്ളത്. അതേപോലെ മറ്റൊരുപാട് തോട്ടങ്ങൾ ഈ മസ്ജിദ് ഖുബേൻ്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട്. നമുക്കിപ്പം പോയാൽ കാണാൻ പറ്റും. അവിടെയാണ് ഈ ഏറ്റവും നല്ല ഈത്തപ്പഴം കൃഷി ചെയ്യപ്പെടുന്നത്. അതേപോലെ രണ്ടാമത് റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിലുള്ള ഈത്തപ്പഴം, മദീനയിലെ മറ്റ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അജുവക്കാരക്ക. വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങൾ മൊത്തത്തിൽ അജുവ അല്ലാത്ത മറ്റ് ഈത്തപ്പഴങ്ങൾ, അതിനും ബർക്കത്തുണ്ട്. റസൂൽ തങ്ങൾ പറഞ്ഞു, മദീനയിൽ ഈത്തപ്പഴം കഴിക്കുന്നത് വിഷത്തിന് മരുന്നാണ്. ചില റിപ്പോർട്ടുകളിൽ അത് അസുഖത്തിന് ശമനമാണ് എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഈത്തപ്പഴം സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അവസാനമേ റസൂലുള്ളാഹി തങ്ങൾ ഈ മദീനക്ക് നൽകിയിട്ടുള്ള മറ്റൊരു ഫضല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനിസ്തതാഅ മിൻകും അൻ യമൂത ബിൽ മദീന ഫൽയമുത് ബിഹ
ഫഇന്നി അശ്ഫഉ ലഹു ഔ അഷ്ഹദു ലഹു റവാഹു നസായി. ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മദീനയിൽ മരണപ്പെടാൻ സാധിക്കുമെങ്കിൽ ഫല്ലസ്തത്തി, നിങ്ങളത് ചെയ്തു കൊള്ളട്ടെ, നിങ്ങൾ മദീനയിൽ മരണപ്പെട്ടു കൊള്ളട്ടെ. കാരണം മദീനയിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ശുപാർശ പറയുന്നതാണ്. അതേപോലെ മദീനയിൽ താമസിക്കുന്നത് ഖൈറാണ് എന്ന് പറയുന്ന ഹദീസും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരും പറയും ലിബിനി അമ്മിഹി ഔ ഖരീബിഹി, തൻ്റെ കുടുംബക്കാരോട് ഹലുമ്മ ഇലർ റഖ, ഹലുമ്മ ഇലർ റഖ. മദീനയിൽ താമസിക്കുന്ന ആൾക്കാരോട് പറയും ഹലുമ്മ ഇലർ റഖ, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ ആനന്ദകരമായി ജീവിക്കാം, ഇവിടെ സുഖകരമായി ജീവിക്കാം, ഇവിടെ നിയമങ്ങളില്ല, ഇവിടെ സമാധാനമാണ്, ആഡംബരമാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മദീനയിൽ താമസിക്കുന്ന ആൾക്കാരെ പുറത്തുള്ള ആൾക്കാർ വിളിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ മദീനയാണ് അവർക്ക് ഏറ്റവും ഉത്തമം. ഈ ഹദീസ് കാണാം. എവിടെ അറിയോ? മദീനയിൽ ബോർഡറിൻ്റെ അടുത്ത് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, എമിഗ്രേഷൻ്റെ. ആ ബിൽഡിങ്ങിൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്, വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾക്ക് മദീനയിൽ താമസിക്കാൻ പറ്റിയാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.